മക്കളെ ക്ലാസ് 6 എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള നമ്മുടെ ക്ലോക്ക് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൻ്റെ കൺസെപ്റ്റാണ് സാറ് പറയാൻ പോണത്. എടാ ഒരു ക്ലോക്ക് നോക്കിക്കോട്ടോ, ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ എത്ര സെക്ഷൻ ഉണ്ടാവുംടാ? ഇതുപോലെ ഒരു ക്ലോക്ക് സാറിൻ്റെ ഇത് വരച്ചു. ഓക്കെ, അപ്പോൾ സാറിൻ്റെ നാട്ടിലെ ക്ലോക്കിനൊക്കെ എന്തുണ്ടാവും മക്കളെ? ഓക്കെ, ഇതാ 12 തുടങ്ങി. ഓക്കെ, ഇതാ ഇവിടെ 3 വരും, ഇവിടെ 6 വരും, ഇതാ ഇവിടെ എന്ത് വരും 9 വരും. ഓക്കെ, ഇതാ പിന്നെ 1 2. ഓക്കെ, 1 2 3 4 5 ദെൻ 6 കഴിഞ്ഞ് 7 8 9 10 11 അല്ലേ, 11 ഏകദേശം ഇതാ ഇവിടെ. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിൽ ഏകദേശം വരിക, ഏകദേശം അല്ല എല്ലാ ക്ലോക്കിനും തന്നെയാണ് വരിക. ഓക്കെ എടാ, അപ്പം നോക്ക് ഇത് എത്ര സെക്ഷൻസ് ഉണ്ട്, എത്രയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം നോക്ക്. സാർ ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇങ്ങനെ ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോട്ടോ. ഓക്കെ, നമ്മുടെ ക്ലോക്ക് ഏകദേശം കറക്റ്റ് 12 ഡിവിഷൻ വരും മക്കളെ. എത്ര വരൂടാ? കറക്റ്റ് 12 ഡിവിഷൻ വരും കേട്ടോ. ഓക്കെ, ഇത് അങ്ങോട്ടുള്ളതല്ലോ, ഇത് ഇങ്ങോട്ടുള്ളതല്ലേ. ഓക്കെ, ഇങ്ങോട്ട്. ഓക്കെ, സാർ ജസ്റ്റ് റഫായിട്ട് വരച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ആ നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മക്കളെ എത്ര സെക്ഷൻ വരും? ജസ്റ്റ് നീങ്ങിക്കോട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, ആ ക്ലോക്കിന് എന്ത് ചെയ്യും അല്ലേ 12. ഓക്കെ, 12 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യും, അതിനെ ഡിവൈഡ് ചെയ്യും. റെഡി? സോ സാർ പറയാൻ വന്നത് ആ ഡിവിഷൻ സാർ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഡിവിഷൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സാർ എന്ത് ചെയ്താണ് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചെന്നാണ്. വിച്ച് മീൻസ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു സർക്കിൾ, ഒരു വൃത്തം. എടാ അതിൻ്റെ ടോട്ടൽ ആംഗിൾ 360 ആണ്. ഓക്കെ, അതിൻ്റെ ടോട്ടൽ ആംഗിൾ മക്കൾ എത്രയാടാ? 360 ഡിഗ്രിയാണ്. ഓക്കെ, എത്രയാടാ? 360 ഡിഗ്രിയാണ്. ഓക്കെ, ആ സർക്കിളായ ക്ലോക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, സോ 360 ഡിവൈഡ് ബൈ 12. എടാ ഒരു സെക്ഷൻ എത്ര വരും? ഇതാ നോക്കിക്കോട്ടോ, ഒരു സെക്ഷൻ മക്കളെ ഇതാ 30 ഡിഗ്രി എന്ന് വരും. ഓക്കെ, എൻ്റെ മക്കൾ ചെയ്ത് നോക്കിയാൽ 360 ഡിവൈഡ് ബൈ 12. എൻ്റെ പൊന്ന് സാറേ എന്തിനാ സാർ ഇത് ഞങ്ങളോടൊക്കെ പറയുന്നത്? എടാ നിങ്ങളുടെ കാൽക്കുലേഷൻ ഈസി ആക്കി തരാനുള്ള ട്രിക്കാണ് സാർ പറഞ്ഞു തരുന്നത്. ഓക്കെ, അതായത് 360നെ 12 കൊണ്ട് ഹരിച്ചാൽ അതിനർത്ഥം എന്താ? ഓക്കെ, 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ 360 എന്നുള്ള ആ ക്ലോക്ക് ഉണ്ടല്ലോ അതിനെന്താ നിങ്ങൾ 12 ഭാഗങ്ങളാക്കിയില്ലേ, അതിലൊരു ഭാഗം എത്ര വരും മക്കളെ? 30 ഡിഗ്രി വരും. ഓക്കെ, ഓർത്ത് വെച്ചോ മക്കളെ, ഒരു ഭാഗം 30 ഡിഗ്രി വരും. ഓക്കെ സർ, എന്താ സർ അതിൻ്റെ ഇമ്പോർട്ടൻസ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് സർ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്ത്? ദാ നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഓക്കെ ഇവിടെ സർ പെട്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കട്ടെ. ഓക്കെ, സോ ജസ്റ്റ് സർ ഇതൊന്ന് വായിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോ. ദാ 4 മണി. ഓക്കെ, എത്രയാടാ? 4 മണി അഥവാ 4 ഓർ ക്ലോക്ക്. 4 മണിയാവുമ്പോൾ ക്ലോക്കിലേതാ നമ്മുടെ മണിക്കൂറിൻ്റെ സൂചി ഉണ്ടല്ലോ, ഹവറിൻ്റെ. ഓക്കെ, അതുപോലെ തന്നെ മിനിറ്റിൻ്റെ സൂചി ഉണ്ടാവുമല്ലോ, അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിക്കും. ഇനി 4 ആണെങ്കിലും 3 മണിയാണെങ്കിലും 2 മണിയാണെങ്കിലും 10 മണിയാണെങ്കിലും ഏത് മണിയാണെങ്കിലും ഓക്കെ, വിച്ച് ടൈം, ഓക്കെ വിച്ച് വട്ടവർ ടൈം, അത് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് സാർ പറയാൻ പോണത്. മക്കളെ ഇനി ശ്രദ്ധിച്ച് നോക്കിക്കോ. എടാ 4 മണിയാണെങ്കിൽ എൻ്റെ മക്കൾ ഇതാ ഇതുപോലെ 4 മണി ഇതാ മക്കളെ ഇങ്ങനെയാണ് വരിക അല്ലേ. നമ്മുടെ ഹവർ വൈസിൻ്റെ സൂചി എന്ത് ചെയ്യും? 4 നേരം ഇങ്ങനെ നിൽക്കും അല്ലേ. നമ്മുടെ മിനിറ്റിൻ്റെ സൂചി മക്കളെ 12 നേരം ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ എന്താ നോക്കേണ്ട അറിയോ? ഇതാ ഇതുപോലെ സൂചി എന്ത് ചെയ്യുക, ഇതുപോലെയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കണ്ട് അതിൽ എത്ര ഡിവിഷൻ ഉണ്ടെന്നാ, എത്ര സെക്ഷൻ ഉണ്ടെന്നാ, എത്ര ഭാഗങ്ങൾ ഉണ്ടെന്നാ. എന്താ സാർ അങ്ങനെ പറഞ്ഞാൽ? മക്കളെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടതാ ഇവിടുന്ന് 12 മുതൽ 1 വരെ ഇതാ ഒരു ഭാഗം. ഓക്കെ, ദാ 1 മുതൽ 2 വരെ മക്കളെ ദാ ഒരു ഭാഗം. ഓക്കെ, 2 മുതൽ 3 വരെ മറ്റൊരു ഭാഗം. ദാ 3 മുതൽ 4 വരെ മറ്റൊരു ഭാഗം. എടാ എത്ര ഭാഗങ്ങളുണ്ട്? ദാ 12നും 4നും ഇടയിൽ എത്ര ഭാഗങ്ങളുണ്ട്? 1 2 3 4 ഭാഗങ്ങൾ. എത്രടാ? 4 ഭാഗങ്ങൾ. മക്കളെ നമ്മൾ എന്താ പഠിച്ച്? ഒരു ഭാഗം 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോടാ 4 ഭാഗം എത്ര വരും? 4 ഗുണിക്കണം 30. എത്രയാടാ 4 ഗുണിക്കണം 30? 120 ഡിഗ്രി. ഓക്കെ, എത്രയുടെ വരിക? 120 ഡിഗ്രി. മക്കളെ നിങ്ങൾ 5 മണി ചോദിക്കുകയാണെങ്കിലോ
ഓക്കെ, അങ്ങനെ 5 മണി ചോദിക്കുകയാണെങ്കിലോ എത്ര ഭാഗം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ? 5 ഭാഗം ഉണ്ടാവും. 5 ഗുണിക്കണം 30, 150 ഡിഗ്രി. മക്കളെ നിങ്ങൾ 6 മണി ചോദിക്കുകയാണെങ്കിലോ? ഓക്കെ, 6 മണി ചോദിക്കുകയാണെങ്കിൽ നേരെയാണ് 150 ഡിഗ്രിയാണ്. ഇതാ ഇങ്ങനെ തന്നെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞോടാ, ഇങ്ങനെ തന്നെ ചോദിക്കുകയാണെങ്കിൽ 6 ഗുണിക്കണം എത്രയാടാ? 30. അതിൻ്റെ ഇടയിൽ 6 ഭാഗം ഉണ്ടാവും. ഓക്കെ, എത്രയാടാ? 6 ഗുണിക്കണം 30, 150 ഡിഗ്രി. ഓക്കെ, ഷോർട്ട് കട്ട് കിട്ടിയോ? ഷോർട്ട് കട്ട് കിട്ടിയോ? 1 മുതൽ 6 വരെ. ഓക്കെ, 1 മുതൽ 6 വരെ ആര് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? ദാ ഇതുപോലെ ചെയ്യാം. ഓക്കെ, റെഡി? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഈസി അല്ലേ? ഈസി അല്ലേ? ഓക്കെ, എന്ത് ചെയ്യാം? എന്താ മണി എത്രയാ നോക്കുക? 2 മണിയാണെങ്കിൽ മക്കളെ 2 ഗുണിക്കണം 30. ഓക്കെ, 3 മണിയാണെങ്കിൽ 3 ഗുണിക്കണം 30. 4 മണിയുള്ളത് 4 ഗുണിക്കണം 30. ഇനി എൻ്റെ മക്കളോട് ഇതാ നെക്സ്റ്റ് സർ. അപ്പം സർ 6 വരെയല്ലേ പറഞ്ഞു? എന്താ സർ ഇതാ നമ്മൾ 7 പറയാത്തത്? ഓക്കെ, 7 പറയുമ്പോൾ മക്കളെ എന്ത് ചെയ്യും? തിരിയും. ഓക്കെ, 7 പറയുമ്പോൾ എന്ത് ചെയ്യണം? തിരിയും. ഓക്കെ, 7 പറയുമ്പോഴുള്ള വിഷയം എന്താ അറിയോ? ഓക്കെ, 7 പറയുമ്പോൾ വിഷയം സർ എന്ത് ചെയ്യാം? കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സർ എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇതാ ഇദ്ദേഹത്തിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കട്ടെ. ഓക്കെ, 7 പറയുമ്പോഴുള്ള വിഷയം മക്കളെ എന്താണെന്ന് സർ ഇപ്പം കാണിച്ചു തരാം. ഇതാ 7 മണി മക്കളെ ഇങ്ങനെയാണ് വരിക. അല്ലേ? എൻ്റെ മക്കളോട് ഈ കോണാണ് ചോദിച്ചതെങ്കിൽ, ഓക്കെ, ഈ ആംഗിൾ ആണ് ചോദിച്ചതെങ്കിൽ ദാ നമ്മൾ പറഞ്ഞ പോലെ കണക്കെന്താണ്? വളരെ കൃത്യമാണ്. ഓക്കെ, എന്ത് ചെയ്യുക? 7 ഗുണിക്കണം 130. മക്കളെ അങ്ങനെയല്ല, നിങ്ങളോട് ചോദിച്ചത് ഈ കോണാണെങ്കിൽ, ഓക്കെ, അത് അവർ തമ്മിൽ ചെറിയ കോണാണ് ചോദിച്ചതെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അല്ലേ, ഈ സെക്ഷൻ എടുക്കണം. ഓക്കെ, ഏത് സെക്ഷൻ? എന്താ 7 മുതൽ 8 വരെ ഒരു സെക്ഷൻ. ഓക്കെ, 8 മുതൽ 9 വരെ മക്കൾ ഇതാ അടുത്ത സെക്ഷൻ. ഇതാ 9 മുതൽ 10 വരെ അടുത്ത സെക്ഷൻ. ഇതാ 10 മുതൽ 11 വരെ അടുത്ത സെക്ഷൻ. 11 മുതൽ 12 വരെ അടുത്ത സെക്ഷൻ. എത്ര സെക്ഷൻ ഉണ്ടടാ? 1, 2, 3, 4, 5. ഓക്കെ, സോ 5 ഗുണിക്കണം. ഓക്കെ, 5 ഗുണിക്കണം മക്കളെ, 5 ഗുണിക്കണം 30 എന്ന് പറഞ്ഞാൽ എത്ര വരുടാ? 150 ഡിഗ്രി എന്ന് വരും. ഓക്കെ, എത്ര വരുടാ? 150 ഡിഗ്രി എന്ന് വരും. എൻ്റെ സർ ഇതിനും ഷോർട്ട് കട്ട് ഉണ്ടോ? ഓക്കെ, 6 വരെ സർ പറഞ്ഞു 6 ഗുണിക്കണം അല്ലേ? 1 മുതൽ 6 വരെ ആണെങ്കിൽ ഓക്കെ എന്ത് ചെയ്യുക? ആ നമ്പർ ഗുണിക്കണം 30 ഡിഗ്രി. സർ 6ന് ശേഷം ഇങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ടോ? ഓക്കെ മക്കളെ ഉണ്ട് കേട്ടോ. ഓക്കെ, 6ന് ശേഷം എന്തുണ്ട്? ഇങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട്. ഓക്കെ, 6ന് ശേഷം വരുന്ന സംഖ്യകൾ, ഓക്കെ, അതായത് 7, 8, 12 വരുന്ന സംഖ്യകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? 6ന് ശേഷം വരുന്ന സംഖ്യകൾ എന്താ ചെയ്യേണ്ടത് അറിയോ? 6ന് ശേഷം വരുന്ന സംഖ്യകളാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? 12 എന്ത് ചെയ്യടാ? 12 ദാ 7 കുറക്കുക. മക്കളെ 12 7 കുറച്ചാൽ എത്രടാ? 5. ഓക്കെ, ആ മക്കൾ എന്ത് ചെയ്യുക? സോറി, ആ മക്കളല്ല, സോറി, ഈ കിട്ടിയ ഉത്തരം ഉണ്ടല്ലോ മക്കളെ, എന്ത് ചെയ്യുക? ആ കിട്ടിയ ഉത്തരം എന്ത് ചെയ്യണം മക്കളെ? ദാ 30 കൊണ്ട് എന്ത് ചെയ്യണം? 30 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 5 ഗുണിക്കണം 30 മക്കളെ എന്താ? 150 ഡിഗ്രി. 150 ഡിഗ്രി. സെറ്റാണല്ലോ? ഷോർട്ട് കട്ട് സെറ്റാണല്ലോ? സെറ്റാണല്ലോ? ഇതാ അപ്പം എന്ത് ചെയ്യുക? ഇതുപോലെ എൻ്റെ മക്കളോട് ഇതാണ് ചോദിക്കണമെങ്കിൽ, ഓക്കെ, 9 മണിന്നാണ് ചോദിക്കണമെങ്കിൽ, ഓക്കെ, 9 മണിക്ക് ഈസി ആയിട്ട് കിട്ടും. 90 ഡിഗ്രിയാണ്. ചെയ്ത് നോക്കാൻ നിൽക്കരുത്. ഇതാ എന്നാലും സാർ എക്സാമ്പിൾ വെച്ച് പറയാണ്. ഇതാ 9 മണിയാണെങ്കിൽ, ഓക്കെ, ഇതാ 1, 2, 3 സെക്ഷനാണ്. 12 - 9, ഓക്കെ, എത്രയാടാ? 3 ഗുണിക്കണം 30 90 ഡിഗ്രി. ഓക്കെ, അതൊന്നും എന്ത് ചെയ്യരുത്? ഇക്വേഷൻ വെച്ച് ചെയ്യാതെ ചെയ്ത് നോക്കാൻ നിൽക്കരുത് കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞതാണ്. 9 മണി എന്ന് പറഞ്ഞാൽ എത്രയാടാ? നമ്മുടെ 90 ഡിഗ്രിയാണ്. ഓക്കെ, മട്ടക്കോണാണ്. ഓക്കെ, നമ്മുടെ പെർപെൻഡിക്കുലർ. ഓക്കെ, നമ്മുടെ റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അതൊന്നും എന്ത് ചെയ്യരുത്? ചെയ്ത് നോക്കാൻ പോരുത്. അപ്പോൾ മക്കളെ ഷോർട്ട് കട്ട് ചേർ എന്ത് ചെയ്യടാ? ഷോർട്ടാക്കി പറഞ്ഞുതരാം. ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. 1, ഓക്കെ, 1, 1, 2, 3, 4, 5, 6 ഇത്രയും ആളുകൾ വരികയാണെങ്കിൽ, ഓക്കെ, ആ സംഖ്യ എന്താണോ, ഓക്കെ, ഈ വന്ന സംഖ്യ എന്താണോ, ഓക്കെ, ഇവരെ സേർ എന്ത് ചെയ്യണം? എക്സ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഉത്തരം കാണാൻ, ഓക്കെ, ആ സെയിം എന്ത് ചെയ്യടാ? എക്സിന് എന്ത് ചെയ്യുക? മക്കൾ എന്ത് ചെയ്യുക? 30 കൊണ്ട് ഗുണിക്കുക. അതാവും മക്കൾ എന്ത്? അവർക്കിടയിലെ കോണ്. ഓക്കെ, അതിനുശേഷം മക്കളെ ഇതാ 6ന് ശേഷം 7, 8, 9, 10, 11, 12. ഓക്കെ, ഇവരൊക്കെ വരികയാണെങ്കിൽ, ഓക്കെ, ഇവർ സേർ എന്ത് ചെയ്യുക? വെറുതെ വൈ എന്ന് വിളിക്കുക കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ടോ സേർ പറയണേ. ഓക്കെ, വൈ എന്ന് വിളിക്കുകയാണെങ്കിൽ മക്കളെ അല്ലേ, വൈ കാണാനാണെങ്കിൽ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത് അല്ലേ? 12ൽ നിന്ന് എന്ത് മക്കളെ? ആ വൈ, ഓക്കെ, 6 ആണെങ്കിൽ 6 കുറക്കുക, സോറി 7 ആണെങ്കിൽ 7 കുറക്കുക, 8 ആണെങ്കിൽ 8 കുറക്കുക, 9 ആണെങ്കിൽ 9 കുറക്കുക. ഓക്കെ, ആ ഒരു ഉത്തരം കിട്ടുമല്ലോ. ആ ഉത്തരത്തിന് എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ? 30 കൊണ്ട് എന്ത് ചെയ്യടാ? 30 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇനി എൻ്റെ മക്കൾ ഇതാ ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യൂലേ? ഈ വീഡിയോ കാണണം കേട്ടോ. സെറ്റ് അല്ലേ?